എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്ത് കാണിക്കുന്നത് കാടയുടെ പെപ്പർ റോസ്റ്റ് റെസിപ്പിയാണ്. പാക്കറ്റ് മസാലപ്പൊടിയൊന്നും ചേർക്കാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള മസാല വെച്ച് നല്ല ടേസ്റ്റി ആയിട്ട് കാട പെപ്പർ റോസ്റ്റ് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. നല്ല ചുവട് കട്ടിയുള്ള പാത്രം എടുക്കാനായിട്ട് നോക്കണേ. 2 സ്പൂൺ ഫുള്ളായിട്ട് കുരുമുളക് ചേർത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂണോളം ചെറിയ ജീരകം, നല്ല ജീരകം ചേർത്തിട്ടുണ്ട്. അതേ സ്പൂണിന് ഒരു ഫുൾ സ്പൂണായിട്ട് പെരുംജീരകം, വലിയ ജീരകം അതും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ആ ചെറിയ ജീരകം ഉണ്ടല്ലോ, അത് പെട്ടെന്ന് റോസ്റ്റ് ആവും, നല്ലൊരു മണം വരും. അത്രയും മതി. ഇന്ന് ഒരു പാത്രത്തിലോട്ട് ഇതിന് മാറ്റി വയ്ക്കണം. ഇത് ചെറുതായിട്ടൊന്ന് ആറണം. ആറിയതിന് ശേഷം വേറെ മസാലയൂടെ ചേർത്തൊന്ന് പൊടിക്കാനുണ്ട്. ഇനി കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പറ്റുമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാനായിട്ട് നോക്കണം, ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ. 1/2 സ്പൂൺ പെരുംജീരകം ചേർത്തിട്ടുണ്ട്. ഇനി ഏറെ കറിവേപ്പില ഘട്ടം ഘട്ടമായിട്ട് ചേർക്കണം. ഇപ്പോൾ കുറച്ച് ചേർക്കുക. ഒരു 3 സവാളയാണ്, ഒരുപാട് വലുപ്പമില്ലാത്ത ഇടത്തരം വലുപ്പമുള്ള 3 സവാള കനം കുറഞ്ഞ് നീളത്തിലരിഞ്ഞത്, അതും ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 15 അല്ല 20 വെളുത്തുള്ളിയാണ്, നടുവേ ഒന്ന് കീറിയിട്ടുണ്ട്, അതോടെ ചേർക്കുക. എളുപ്പം വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ചെറു തീയിലിട്ടിട്ട് മൂടി വെച്ചാൽ മതി, പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇത് നല്ല കനമുള്ള പാത്രമായത് കാരണം ചെറു തീയിലിട്ടാൽ മതി. ഇനി ഈ സമയം കൊണ്ട് മസാല പൊടിച്ചെടുക്കാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നതൊക്കെ നാറിയിട്ടുണ്ട്. ഇതിലോട്ട് 3 കഷ്ണം പട്ടയാണ്, അത് ഒടിച്ച് വെച്ചിരിക്കുകയാണ്. ഒരു 3 ഏലക്ക, ഒരു 6-7 ഗ്രാമ്പു, സ്റ്റാർ പൂ ഉണ്ടല്ലോ, അതിൻ്റെ 2 കഷ്ണം ഒടിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്തുകൊണ്ട് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കണം. ആ പട്ടയൊക്കെ ഇങ്ങനെ കടിക്കാതെ നല്ലവണ്ണം പൊടിഞ്ഞ് കിട്ടണം. സവാള ഇടയ്ക്കൊന്ന് 2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഒരേ സമയത്ത് ഒരിടത്ത് നിന്നുകൊണ്ട് ഇളക്കിക്കൊണ്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ മൂടി കൊടുത്താൽ മതി, പെട്ടെന്ന് വഴന്ന് കിട്ടും. സവാളയൊക്കെ നല്ലവണ്ണം ഒന്ന് വഴന്ന് ചുരുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എണ്ണയൊക്കെ ഒരുപാടുള്ള പോലെ തോന്നുന്നത്. ഇനി ഇതിൽ നിന്ന് അല്പം ഒരു സവാള മാറ്റി വയ്ക്കുകയാണ്. ഒരുപാടൊന്നുമില്ല, 2 പ്രാവശ്യം ഇങ്ങനെ കോരി എടുത്തിട്ടുണ്ട്. ഇത്ര എടുത്താൽ മതി. ഇനി ആ ബാക്കി സവാളയ്ക്കകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ ഫുള്ളായിട്ട് ചേർക്കുന്നുണ്ട്. ഈ പേസ്റ്റ് ചേർക്കുന്നതിന് മുമ്പ് വേണം സവാള എടുത്ത് മാറ്റി വയ്ക്കാനായിട്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരല്പം മഞ്ഞൾപ്പൊടിയോടെ ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒരു പച്ച ടേസ്റ്റ് മാറുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് നാളത്തേന് എങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാവുന്ന അളവ് സഹിതം ചെയ്യുന്നത് എങ്ങനെയെന്ന് ഒരു വീഡിയോ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് മുകളിൽ ആ ലിങ്ക് പോകുന്നുണ്ട്, കാണാവുന്നതാണ്. അത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി 1 സ്പൂൺ ഫുള്ളായിട്ട് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അതേ അളവിൽ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കണേ. കുരുമുളക് നല്ലവണ്ണം ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് കാശ്മീരി മുളക് പൊടി തന്നെ ഇവിടെ ചേർക്കുക. അപ്പോൾ നമ്മുടെ എരിവൊക്കെ കറക്റ്റായിരിക്കും. ചെറു തീയിൽ തന്നെ നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കുക. നല്ലവണ്ണം ഒന്ന് ചൂടായി കിട്ടട്ടെ. ഇനി ഇതിൽ ഒരു 3/4 തവിക്കണക്കാണ് കാണിക്കുന്നത്, തൈര് ചേർക്കുക. തൈരൂടെ ചേർത്തുകൊണ്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കണം. അത് നല്ലവണ്ണം മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു മീഡിയം സൈസ് നല്ല പഴുത്ത തക്കാളിയൂടെ ചേർക്കുക. ഇതും ചേർത്തൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിക്കാൻ വേണ്ടി ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി എന്തെങ്കിലും പൊടിയുടെ പച്ച ടേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ മാറിയും കിട്ടും. അതുപോലെ തക്കാളി ബാക്കിയോടൊന്ന് വഴന്നും കിട്ടും. നല്ല കട്ടിയുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ ഇത് നല്ലവണ്ണം വഴന്നും കിട്ടും, ഡ്രൈ ആയി കിട്ടുകയും ചെയ്യുവേ. ഇനി ആ മസാല നല്ലവണ്ണം വഴന്നിട്ടുണ്ട്. ആ എണ്ണയൊക്കെ സൈഡിൽ ഇങ്ങനെ തെളിയുന്നുണ്ട്. ഇനി ആ മസാല പൊടിച്ചു വെച്ചിരിക്കുന്നത് ചേർക്കണം. അതിൻ്റെ ഒരു 3/4 ചേർക്കുക. ഒരു 1/4 ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിൽ കുറച്ച് കറിവേപ്പിലൂടെ കൂടുതൽ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 7 കാടയാണ്, നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെള്ളം നല്ലവണ്ണം വാർന്നിട്ട് അതുകൂടെ ചേർക്കുക. ഇനി ഈ മസാലയിൽ നല്ലവണ്ണം ഇതൊന്ന് പുരട്ടിയെടുക്കണം. ഏകദേശം 1-2 മിനിറ്റ് നേരത്തോളം ഇങ്ങനെ നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കണം. കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുകയും കൂടെ ചെയ്യണേ.
ഇതാ ഏകദേശം ഒരു 2 മിനിറ്റോളം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേകാൻ വേണ്ടി ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കോഴിയുടെ അത്രയും ഇതിനകത്തൊന്നും വെള്ളം ഇറങ്ങത്തില്ല. ഇത് പെട്ടെന്ന് അത്രയും മാംസക്കനമില്ലാത്ത കാരണം പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഇനി ഈ മസാലയെല്ലാം നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കണം. മസാല ഒന്ന് കുഴഞ്ഞ് അതിൻ്റെ ഉപ്പും പുളിയും എല്ലാം മാംസത്തിൽ പിടിക്കുന്ന രീതിയിലൊന്ന് ഇളക്കിയെടുക്കുകയാണ്. മസാലയൊക്കെ നല്ലവണ്ണം ഒന്ന് കുഴഞ്ഞു വിട്ടിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ടൊന്ന് ചേർത്ത് ഒതുക്കി വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് നേരത്തോളം ഒന്ന് വേവിച്ചെടുക്കണേ. തീ കുറച്ച് കൊടുത്താൽ മതി. കട്ടിപ്പാത്രമായത് കാരണം, വെള്ളം കുറവായത് കാരണം തീ കുറച്ച് കൊടുക്കുക. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേന് വെന്തിട്ടുണ്ട് ഇത് നല്ലവണ്ണം. മസാലയൊക്കെ ഇതിനകത്ത് കുഴഞ്ഞാണ് ഇരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണേ. ഇപ്പം വെള്ളമൊന്നും അധികം ഇല്ല, അടിയിൽ കുഴഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത്. ഈ സമയത്ത് പുതിനയാണ് ചേർക്കുന്നത്. ഒരു 20 ഇലയോളം പുതിന ചേർക്കണം. പുതിന ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പുതിന ചേർക്കുമ്പോൾ ഒരു നല്ല ഫ്ലേവറാണ്. പ്രത്യേകിച്ച് ഈ കുരുമുളക് പൊടിയുടെ കൂടെയും പെരുംജീരകത്തിൻ്റെ കൂടെ ഒക്കെ ചേരുമ്പോൾ പുതിനയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇതാ ഇപ്പം മിക്സ് ചെയ്ത് കാണുമ്പോൾ അറിയാമല്ലോ, സൈഡിലെല്ലാം ഒട്ടി ഒട്ടി മസാല പിടിക്കുന്നുണ്ട്. ഇങ്ങനെ ഒട്ടാതെ മാംസത്തോട് തന്നെ മസാല ചേർന്ന് വരണം. എന്നിട്ട് വേണം അടുത്തത് ചേർക്കാനായിട്ട്. ചെറു തീയിൽ തന്നെ ഇങ്ങനെ നിരത്തി ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പ്രത്യേകിച്ച് ഇരുമ്പ് ചീനച്ചട്ടി ആകുമ്പോൾ ഇത് ഡ്രൈ ആകും തോറും കളറൂടെ കുറച്ച് ഡാർക്ക് ആയിക്കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് നല്ലൊരു ടേസ്റ്റും കൂടാണ് ഇരുമ്പ് ചീനച്ചട്ടിയിൽ കുക്ക് ചെയ്യുമ്പോൾ. ഇതാ ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കണം. കുഴഞ്ഞാണ് ഇരിക്കുന്നത്. കുറേശ്ശെയായിട്ട് ഇത് ഡ്രൈ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാ വീണ്ടും കണ്ടില്ലേ, മസാല ഇപ്പം കുറേശ്ശെയായിട്ട് ആ മാംസത്തോടിങ്ങനെ യോജിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചട്ടിയിലിപ്പം ഒട്ടിപ്പിടിക്കുന്ന കുറവായിട്ടുണ്ടല്ലേ. അങ്ങനെ തന്നെ ഇളക്കി കൊടുക്കുക. ഇതാ ഇങ്ങനെ സ്ലിപ്പായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഇങ്ങനെ മസാലയൊക്കെ ചേർന്നതിന് ശേഷം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയോടെ ചേർക്കുക. വീണ്ടും കുറച്ച് കറിവേപ്പിലയോടെ ചേർക്കുക. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഏറെ കറിവേപ്പില ചേർക്കണമെന്ന്. ഘട്ടമായിട്ട് ചേർക്കുക. ഇനി ഒരു 4-5 പച്ചമുളക് നടുവേ കീറിയിട്ട് ആ കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്, എരിവ് കൂടുതലാകാതിരിക്കാൻ വേണ്ടി. അതുകൂടെ ഒന്ന് ചേർക്കണം. ഇനി ചെറുതായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്നില്ലേ ബാലൻസ്, ആ പൊടിയോടെ ചേർക്കുക. ഒന്ന് ചുരടത്തോട്ടിടരുത്, കാരണം ഡ്രൈ ആയിട്ടിരിക്കുന്ന കാടയാണ്. അതുകൊണ്ട് വെതറി ഇട്ട് കൊടുത്തുകൊണ്ട് ഇളക്കിയെടുക്കുക. ഇനി ഈ മസാലയെല്ലാം ഇട്ടതിന് ശേഷവും ഒരു 5-6 മിനിറ്റ് നേരത്തേന് കുറഞ്ഞ തീയിലിട്ടിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇതുപോലെ ചട്ടിയുടെ അടിയിൽ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കാനോ വല്ലതും തുടങ്ങുന്ന ഉടനെ തന്നെ സ്റ്റീൽ തവി ഉണ്ടല്ലോ, അത് വെച്ചൊന്ന് ആദ്യമേ തന്നെ ഒന്ന് ചുരണ്ടി കൊടുത്താൽ മതിയേ. പിന്നെ അതങ്ങനെ ഒട്ടിപ്പിടിക്കത്തില്ല. മാംസമൊക്കെ നല്ല സ്ലിപ്പായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒട്ടും മസാല ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാതെ ആ കാടയിൽ തന്നെ പറ്റിയിരിക്കുകയാണ്. ഇത് കറക്റ്റ് അളവിനുള്ള മസാലയാണ്. ഓവറായിട്ട് മസാല ചേർക്കാതെ, ഓവറായിട്ട് പൊടികൾ ചേർക്കാതെ കറക്റ്റ് അളവിലാണിത്. ലാസ്റ്റിൽ ആ പച്ചമുളക് ഇടുന്നെങ്കിലും നല്ലൊരു ഫ്ലേവറാണ് ഇങ്ങനെ പച്ചമുളക് ചേർക്കുമ്പോൾ. അത് സ്കിപ്പ് ചെയ്യരുത്. പച്ചമുളക് ചേർക്കുന്ന കാര്യത്തിൽ ഏറെ കറിവേപ്പിലയും ചേർക്കുക. കുരുമുളകൊക്കെ ഏറെ ചേർക്കുന്നത് കാരണം ചൂടോടെ കുറച്ച് എരിവ് നമുക്ക് തോന്നിക്കും. ഒന്ന് ആറിയതിന് ശേഷം അത് കറക്റ്റുള്ള എരിവായിരിക്കും. പിന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ കുരുമുളക് ചേർക്കുന്നതിനകത്ത് ഒരു 1/4 സ്പൂൺ കുറച്ച് ചേർത്താലും മതി. പിന്നെ ഇതുപോലെ ഇരുമ്പ് ചീനച്ചട്ടിയിലായിട്ട് വെക്കാൻ നോക്കണം. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ ചീനച്ചട്ടി തന്നെ വെച്ചിരുന്ന് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോഴത്തേന് മസാലയൊക്കെ കുറച്ചുകൂടി ഡാർക്കായിട്ട് വരികയും ചെയ്യും, ടേസ്റ്റും കൂടുകയും ചെയ്യും. നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നു പോകല്ലേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.